നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെഫോറ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡാലിയേൻ്റെ ബൾബ് നടുന്നത് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. നടുന്നതും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ നട്ട ബൾബ് നമുക്കിതാ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞായിരുന്നു, അതിൻ്റെ ഒരു അപ്ഡേഷൻ കാണിച്ചു തരാമെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളോട് കുറച്ച് പേര് ഡാലിയേൻ്റെ ബൾബ് ഓർഡർ ചെയ്തായിരുന്നു. അപ്പം അവർക്കൊന്നും നമുക്ക് അയക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. വേറെ ഒന്നുകൊണ്ടുമല്ല, എനിക്ക് സുഖമില്ലായിരുന്നു കേട്ടോ, പനിയായിരുന്നു. അപ്പോൾ പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അയച്ചു തരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഈ ആഴ്ച നമ്മളെല്ലാവർക്കും നമ്മൾ ഓർഡർ ചെയ്തവർക്ക് ബൾബൊക്കെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കണ്ട, പൈസ വാങ്ങി വെച്ചിട്ട് ഒരു റിപ്ലൈ ഇല്ലാന്ന് വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ നട്ടുവെച്ച നമ്മുടെ ആ ഒരു ഡാലിയേൻ്റെ ബൾബ് മുളച്ച് വന്നതാണ് കേട്ടോ. ഇത് കണ്ടോ. അപ്പം ഇതുപോലെയാണ് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. ഞാനന്ന് നട്ടപ്പോൾ പറഞ്ഞായിരുന്നു അതിൻ്റെ അപ്ഡേഷൻ ഞാൻ കാണിച്ചു തരാമെന്ന്. അപ്പം ഇതുപോലെ ബൾബുകൾ നട്ടിട്ട് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ചെടിയായി വരും കേട്ടോ. കണ്ടോ. അപ്പം ജസ്റ്റ് ഇതിങ്ങനെ പൊടിപ്പ് വന്നപ്പം എല്ലാവരെയും ഒന്ന് എടുത്ത് ഒരു വീഡിയോ ഇട്ട് കാണിക്കണമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അയച്ചു തരുന്ന എല്ലാവരും ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇതുപോലെ ചെയ്യൂ കേട്ടോ. നല്ല പെട്ടെന്ന് മുളച്ച് കിട്ടുന്ന ബൾബാണ് കേട്ടോ. ഇവിടെ വേറൊരു ചെറിയൊരു പൊടിപ്പും കൂടെ വരുന്നുണ്ട്. 2 ബൾബാണ് കേട്ടോ നമ്മൾ നട്ടത്. അപ്പോൾ 2ഉം പൊടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചേക്കണത് ഇത് നമ്മുടെ സാധാ പുഴമണൽ. നമ്മളിങ്ങനെയുള്ള പുഴമണലിലൊക്കെ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് നട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് മുളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ നടുന്നത് നമ്മുടെ സാധാ പുഴമണലിലാണ്. അപ്പോൾ ഈ ഒരു ഡാലിയേൻ്റെ ബൾബ് എടുക്കുന്നു, നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി എടുക്കുന്നു, അത് നമ്മളിതിലേക്ക് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കുക. നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കാം കേട്ടോ. എന്നിട്ടുണ്ടല്ലോ, ഒരു തണലത്ത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ദിവസം ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു മുളയായിട്ട് വരുന്ന കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ ഈ മുളയൊക്കെ വന്നത് ഞാൻ പിന്നീട് കാണിച്ചു തരാവേ. അപ്പോൾ ജസ്റ്റ് ഒരു മെത്തേഡ് ഞാൻ ഈ രീതിയിലാണ് നടുന്നത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ സാധാ മണ്ണ്, മണൽ, ചകിരിച്ചോറ് എന്നീ ഒരു പോട്ടി മിക്സിൽ നട്ടാലും മുളച്ച് കിട്ടും. പിന്നെ വേറെ രീതികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഇവിടെ വേറൊരു ചെറിയൊരു പൊടിപ്പും കൂടെ വരുന്നുണ്ട്. 2 ബൾബാണ് കേട്ടോ നമ്മൾ നട്ടത്. അപ്പോൾ 2ഉം പൊടിച്ചിട്ടുണ്ട് കേട്ടോ.